ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നവംബർ 14 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. UK റൈറ്റർ സമാന്ത ഹാർവേ വിൻസ് 2024 ബൂക്കർ ഫോർ 136 പേജ് നോവൽ ഓർബിറ്റൽ. അപ്പോൾ ഓർബിറ്റൽ എന്ന് പറയുന്ന 136 പേജ് നോവൽ എഴുതിയതിന് ആ ഒരു റൈറ്ററായ സമാന്ത ഹാർവേക്കാണ് 2024 ബൂക്കർ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബ്രിട്ടീഷ് റൈറ്റർ സമാന്ത ഹാർവേ വൺ ദ പ്രസ്റ്റീജിയസ് ബൂക്കർ പ്രൈസ് ഫോർ ഹെർ ഷോർട്ട് നോവൽ ഫോളോയിങ് 6 astronauts ആസ് ദേ കണ്ടംപ്ലേറ്റ് എർത്ത് ഫ്രം ദ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. The Booker, which comes with a £50,000, that is approximately $64,000 cash prize, has launched careers and courted controversy since its creation in 1969. അപ്പോൾ ബുക്കർ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് 1969 തൊട്ടിട്ടാണ് കൊടുക്കാൻ തുടങ്ങിയത്. അതിൻ്റെ എമൗണ്ട്, അതിന് സമ്മാന തുക എന്ന് പറയുന്നത് £50,000 അല്ലെങ്കിൽ $64,000 ആണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു പ്രൈസ് കിട്ടിയ ആൾക്ക് കിട്ടുന്ന തുക. ഇറ്റ് ഈസ് ദ 49-year-old Harvey's 5th novel, winning 15 years after her debut book The Wilderness was long listed for the prize. അപ്പോൾ UK റൈറ്ററായ സമാന്ത ഹാർവേക്ക് 2024 ബൂക്കർ പ്രൈസ് കൊടുത്തിരിക്കുകയാണ്. 136 പേജുള്ള നോവൽ എഴുതിയതിന്, ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിനാണ് ആ സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. റേസർ പേ ലോഞ്ചസ് വെഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് പീക്ക് 15 പാർട്ട്നേഴ്സ് ആൻഡ് ലൈറ്റ് സ്പീഡ്. അപ്പോൾ റേസർ പേ, എ ലീഡിംഗ് ഓംനി ചാനൽ പേയ്മെൻറ്റ്സ് ആൻഡ് ബാങ്കിങ് പ്ലാറ്റ്ഫോം ഫോർ ബിസിനസ്സസ്, ഹാസ് അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് റേസർ പേ വെഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ അവർ റേസർ പേ വെഞ്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ റേസർ പേ എന്ന് പറയുന്ന ഒരു ഓംനി ചാനൽ പേയ്മെൻറ്റ്സ് ആൻഡ് ബാങ്കിങ് പ്ലാറ്റ്ഫോമാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഡെവലപ്ഡ് ഇൻ എ പാർട്ട്ണർഷിപ്പ് വിത്ത് പീക്ക് 15 പാർട്ട്നേഴ്സ് ആൻഡ് ലൈറ്റ് സ്പീഡ്. അപ്പോൾ പീക്ക് 15 പാർട്ട്നേഴ്സ് ആൻഡ് ലൈറ്റ് സ്പീഡ് ആണ് ഡെവലപ്പ് ചെയ്തത്, പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്. ദ ഇനീഷ്യേറ്റീവ് എയിംസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് സപ്പോർട്ട് ഓവർ 50 പ്രോമിസിംഗ് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് അപ് ടു $1 million ഈച്ച്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് എയിം ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ആൻഡ് സപ്പോർട്ട് ഓവർ 50 പ്രോമിസിംഗ് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യുക. 50 പ്രോമിസിംഗ് ആൻഡ് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സിനെ $1 million ഈച്ച് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പിന്നെ ഹർഷിൽ മാത്തൂറാണ് കോ ഫൗണ്ടർ ഓഫ് റേസർ പേ, CEO ആൻഡ് കോ ഫൗണ്ടർ ഓഫ് റേസർ പേ ഹർഷിൽ മാത്തൂറാണ്. ഇഷാൻ മിറ്റലാണ് മാനേജിംഗ് ഡയറക്ടർ അറ്റ് പീക്ക് 15 പാർട്ട്നേഴ്സ്, പീക്ക് XV പാർട്ട്നേഴ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ശ്രീരാം ജനറൽ ഇൻഷുറൻസ് ജോയിൻ ഹാൻഡ്സ് വിത്ത് മുത്തൂറ്റ് ഗ്രൂപ്പ് ടു എക്സ്പാൻഡ് ആക്സസ് ടു ഇൻഷുറൻസ് സൊല്യൂഷൻസ്. അപ്പോൾ ശ്രീരാം ജനറൽ ഇൻഷുറൻസ് കമ്പനി ഹാസ് അനൗൺസ്ഡ് എ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വിത്ത് ദ മുത്തൂറ്റ് ഗ്രൂപ്പ് enabling മുത്തൂറ്റ് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് കസ്റ്റമേഴ്സ് ടു ഈസിലി ആക്സസ് SGIC's range of general insurance products through an integrated online platform. The partnership allows Muthoot Securities customers to explore and buy SGIC's comprehensive insurance solutions, including motor, fire, engineering and health insurance directly from the platform, anytime and from anywhere. അപ്പോൾ ആ ഒരു പ്രോഡക്ട്സ് ജനറൽ ഇൻഷുറൻസ് മുത്തൂറ്റ് ഗ്രൂപ്പായിട്ട്, ശ്രീരാം ജനറൽ ഇൻഷുറൻസ് മുത്തൂറ്റ് ഗ്രൂപ്പായിട്ട് ജോയിൻ ഹാൻഡ് ചെയ്തിരിക്കുന്നത് ശ്രീരാം ജനറൽ ഇൻഷുറൻസിൻ്റെ പ്രോഡക്ട്സ് മുത്തൂറ്റ് ഗ്രൂപ്പ് വഴി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ, ഫയർ, എൻജിനീയറിംഗ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെയാണ് അത് സെല്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ഇഷ്യൂസ് ഗൈഡ് ലൈൻസ് ടു ക്രാക്ക് ഡൗൺ ഓൺ മിസ്ലീഡിംഗ് ആഡ്സ് ബൈ കോച്ചിങ് സെൻറ്റേഴ്സ്. അപ്പോൾ ഗവൺമെൻറ് മിസ്ലീഡിംഗ് ആഡ്സ് ബൈ കോച്ചിങ് സെൻറ്ററുകൾ, മിസ്ലീഡിംഗ് ആയിട്ടുള്ള പല ആഡുകളും കൊടുക്കുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ്. അപ്പോൾ എങ്ങനത്തെയാണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The center released new guidelines to regulate misleading advertisements by coaching institutes, prohibiting false claims like 100% selection or 100% job security. അപ്പോൾ ഇത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ്. അതായത്
കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന ടൈമിൽ അവിടെ ചെന്ന് പഠിക്കണവർക്ക് എല്ലാവർക്കും ഗവൺമെൻറ് ജോബ് ഷുവറാണ്, അങ്ങനെയുള്ള ഒരു വാഗ്ദാനങ്ങൾ, അതായത് അഡ്വർടൈസ്മെൻറ്റ്സിലൂടെ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ അങ്ങനെയൊന്നും അവർ പറയില്ല, നിങ്ങൾ പഠിച്ചാൽ കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുക. അപ്പോൾ അങ്ങനത്തെ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ട് ഒരുപാട് പേര് മിസ്ലീഡായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്സിനെതിരെ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ പുതിയ ഗൈഡ് ലൈൻസ് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്, ക്രാക്ക് ഡൗൺ ഓൺ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്സ് ബൈ കോച്ചിങ് സെൻറ്റേഴ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ONDC പാർട്ട്നേഴ്സ് വിത്ത് നസാര ടു ലോഞ്ച് ഇൻ ഗെയിം ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം G-Commerce. അപ്പോൾ ONDC പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് നസാരയായിട്ട് ലോഞ്ച് എന്ത് ചെയ്യാൻ, ഗെയിം ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായ G-Commerce ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ the listed gaming major Nazara Technologies has integrated with the Open Network for Digital Commerce. ONDCയുടെ ഫുൾ ഫോമാണ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്. ടു ലോഞ്ച് G-Commerce ആണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇൻ ഗെയിം മോണിറ്റൈസേഷൻ പ്ലാറ്റ്ഫോം ദറ്റ് ഇൻറ്റഗ്രേറ്റ്സ് ഇ-കൊമേഴ്സ് വിത്ത് ഗെയിംസ്. അപ്പോൾ ഇ-കൊമേഴ്സ് വിത്ത് ഗെയിംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള മോണിറ്റൈസേഷൻ പ്ലാറ്റ്ഫോം ആയിരിക്കും, ഇൻ ഗെയിം പ്ലാറ്റ്ഫോം ആയിരിക്കും ഈ ഒരു പുതിയ പാർട്ട്ണർഷിപ്പിലൂടെ G-Commerce എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും ഉണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബ്ലൂ ഗ്രീൻ വെഞ്ചേഴ്സ് ലോഞ്ചസ് $75 million മെയ്ഡൻ ഫണ്ട്, എക്സ്പെക്ട്സ് എ ഫൈനൽ ക്ലോസ് ഇൻ 2025. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. വെഞ്ചർ ക്യാപിറ്റൽ എൻറ്റിറ്റി ബ്ലൂ ഗ്രീൻ വെഞ്ചേഴ്സ് സെഡ് ഇറ്റ് ഹാസ് ലോഞ്ച്ഡ് എ മെയ്ഡൻ $75 million about 633 crore rupees fund for investment in early stage startups. The fund has been launched by operators turned investors Rajiv Suri and Anup Jain, who were managing partners at Oreos Venture Partners. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ എൻറ്റിറ്റി ബ്ലൂ ഗ്രീൻ വെഞ്ചേഴ്സ് പറഞ്ഞിരിക്കുകയാണ് അവർ മെയ്ഡൻ $75 million അബൌട്ട് 633 കോടി രൂപ വരുന്ന ഫണ്ട് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്സിനെ ഫണ്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ദ ഫണ്ട് ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ഓപ്പറേറ്റേഴ്സ് ടേൺഡ് ഇൻവെസ്റ്റേഴ്സ്. ആരൊക്കെയാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് ടേൺഡ് ഇൻവെസ്റ്റേഴ്സ് ആയ രാജീവ് സുരി, അതേപോലെ അനൂപ് ജെയിൻ, who were managing direct partners at Oreo Venture Partners. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ, ഈ ഒരു ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലുണ്ട്. ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SBI, HDFC and ICICI remain domestic systemically important banks in 2024, RBI data. അപ്പോൾ RBI പറഞ്ഞിരിക്കുകയാണ് HDFC, SBI ആൻഡ് ICICI റിമെയിൻ ഡൊമസ്റ്റിക് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് ആയിട്ട് റീറ്റെയിൻ അവർ തന്നെ റിമെയിൻ ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും അവരായിരുന്നു, ഇപ്പോഴും SBI, HDFC ആൻഡ് ICICI തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. State Bank of India, HDFC Bank and ICICI Bank have again been named as domestic systemically important banks by the Reserve Bank of India. The Reserve Bank came out with the list of domestic systemically important banks. Inclusion in the list requires the lenders to maintain higher common equity tier 1 in addition to capital conservation buffer as per the bucket under which it has been classified. അപ്പോൾ SBI, HDFC ആൻഡ് ICICI ബാങ്കാണ് സിസ്റ്റമിക് ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് ആയിട്ട്, ഡൊമസ്റ്റിക് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് ആയിട്ട് റീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ഇൻ ദ ബക്കറ്റ് 4. ബക്കറ്റ് 4ലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. വിച്ച് വിൽ റിക്വയർ ദ കൺട്രീസ് ലാർജസ്റ്റ് ലെൻഡർ ടു കീപ്പ് ആൻ അഡീഷണൽ CET, അതായത് കോമൺ ഇക്വിറ്റി ടയർ 1 ഓഫ് 0.8% ആസ് പെർ ദ ലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലുണ്ട്. HDFC ബാങ്കിൻ്റെയും പറയുന്നുണ്ട്, അതേപോലെ ICICI ബാങ്കിൻ്റെയും പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട്, ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ നേവി ടു കണ്ടക്ട് 4th എഡിഷൻ ഓഫ് കോസ്റ്റൽ ഡിഫൻസ് എക്സസൈസ് Sea Vigil 24.
അപ്പോൾ ഇന്ത്യൻ നേവി കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ് 4th എഡിഷൻ ഓഫ് എ പാൻ ഇന്ത്യ കോസ്റ്റൽ ഡിഫൻസ് എക്സസൈസ് സീ വിജിൽ ഓൺ 20th and 21st November 2024 അത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ദ 4th എഡിഷൻ ഓഫ് എക്സസൈസ് സീ വിജിൽ വിൽ സ്പാൻ ആൻ അൺപ്രസിഡന്റഡ് സ്കെയിൽ ബോത്ത് ഇൻ ടേംസ് ഓഫ് ജോഗ്രഫിക്കൽ റീച്ച് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പാർട്ടിസിപ്പേഷൻ വിത്ത് ദ ഇൻവോൾവ്മെന്റ് ഓഫ് 6 മിനിസ്ട്രീസ് ആൻഡ് 21 ഓർഗനൈസേഷൻസ് ഓർ ഏജൻസീസ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്, നെക്സ്റ്റ് പേജിലും കൂടി ഇതിൻ്റെ ഇല്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ട്രായ് ഹോസ്റ്റഡ് 25th മീറ്റിംഗ് ഓഫ് സൗത്ത് ഏഷ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്റേഴ്സ് കൗൺസിൽ. അപ്പോൾ ട്രായ് ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്റേഴ്സ് ട്രായ് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ് 25th മീറ്റിംഗ് ഓഫ് സൗത്ത് ഏഷ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്റേഴ്സ് കൗൺസിലാണ് അവർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. അപ്പോൾ സ്റ്റാർക്ക് 25 എലക്റ്റഡ് മിസ്റ്റർ അനിൽ കുമാർ ലാഹോത്തി ചെയർമാൻ ഓഫ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആസ് എ ചെയർ ഓഫ് സ്റ്റാർക്ക്. അപ്പോൾ സ്റ്റാർക്കിൻ്റെ ചെയറായിട്ട് എലക്റ്റ് ആയിരിക്കുന്നത് മിസ്റ്റർ അനിൽ കുമാർ ലഹോട്ടിയാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നെക്സ്റ്റ് പേജിലും കൂടി അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസ് ഇതാണ്. NICDC ആൻഡ് BIADA സൈൻ എഗ്രിമെൻറ്റ്സ് ടു ഡെവലപ്പ് ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ഇൻ ഗായ. അപ്പോൾ NICDCയും അതേപോലെ BIADAയും കൂടിയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ടു ഡെവലപ്പ് ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ. ഗായയിൽ ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്യാൻ എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിരിക്കുകയാണ് NICDCയും BIADAയും കൂടിയിട്ട്. ഇൻ എ ലാൻഡ്മാർക്ക് സ്റ്റെപ്പ് ടുവേർഡ്സ് ആക്സിലറേറ്റിംഗ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇൻ ബീഹാർ, നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതാണ് NICDC എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ദ ഗവൺമെൻറ് ഓഫ് ബീഹാർ ആൻഡ് ബീഹാർ ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി BIADA, അതാണ് BIADAയുടെ ഫുൾ ഫോം, ഹാവ് സൈൻഡ് ദ സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെൻ്റ് ആണ് സൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷെയർ ഹോൾഡർ എഗ്രിമെൻറ്റും സൈൻ ചെയ്തിട്ടുണ്ട് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ആൻ ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ഇൻ ഗായയിൽ ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നെക്സ്റ്റ് പേജിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നെക്സ്റ്റ് പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുകൊണ്ട് ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ കണ്ടക്ട്സ് മെയ്ഡൻ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് എ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഓഫ് ഒഡീഷ കോസ്റ്റ്. അപ്പോൾ ഒഡീഷയിൽ വെച്ചിട്ട് DRDO മെയ്ഡൻ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂസ് മിസൈൽ ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്തു. ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റ് ടെസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ കണ്ടക്റ്റഡ് ദ മെയ്ഡൻ ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂസ് മിസൈൽ ഫ്രം ദ ഇൻറ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചാണ്ടിപൂർ ഓഫ് ദ ഒഡീഷ കോസ്റ്റ് ഓഫ് ഒഡീഷ ഓൺ November 12, 2024 from a mobile articulated launcher. During the test, all subsystems performed as per expectation and met the primary mission objectives. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചപ്പോൾ തന്നെ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നെക്സ്റ്റ് പേജിലും കൂടി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അരവിന്ദർ സിംഗ് ഷാനെ വിൽ ബി ന്യൂ ചെയർമാൻ ഓഫ് ഇന്ത്യൻ ഓയിൽ. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ ചെയർമാൻ ആയിരിക്കും അരവിന്ദർ സിംഗ് ഷാനി ആയിരിക്കും ന്യൂ ചെയർമാൻ ഓഫ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. അരവിന്ദർ സിംഗ് ഷാനി വിൽ ബി ദ ന്യൂ ചെയർമാൻ ഓഫ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ദ നേഷൻസ് ലാർജസ്റ്റ് ഓയിൽ ഫേം, അക്കോർഡിംഗ് ടു ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ പെട്രോളിയം മിനിസ്ട്രി. Sane 54 years is currently executive director of a business development petrochemicals at Indian Oil Corporations Limited. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻസ് ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫ് പെട്രോകെമിക്കൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇപ്പോൾ കറൻ്റ്ലി സാനെയാണ് സ്ഥാനമേറ്റെടുക്കാൻ പോകുന്നത്. പുതിയ ചെയർമാനായിട്ട് സ്ഥാനമേറ്റെടുക്കാൻ പോവുകയാണ് സാനെ.
ചെയർമാൻ ഓഫ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ജസ്റ്റ് എ സെക്കൻഡ്. സ്ഥാനം ഏറ്റെടുക്കാൻ പോവുകയാണ് അപ്പോൾ സാനി. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരി വൺ.